ജീവിതം തകർന്നതുപോലെ തോന്നിയ ആത്മദേവൻ എല്ലാം നഷ്ടപ്പെട്ടെന്ന ബോധ്യത്തിൽ നിശബ്ദനായി ഇരുന്നു കരഞ്ഞു. ആത്മാവ് ദുഃഖത്താൽ വിറങ്ങലിച്ചു. അപ്പോഴാണ് അവന്റെ മകൻ, ശാന്തനും ജ്ഞാനിയും കരുണ നിറഞ്ഞവനുമായ ഗോകർണൻ അവിടെ എത്തിയത്. അവൻ പിതാവിന്റെ തോളിൽ സ്നേഹപൂർവ്വം കൈവച്ചു പറഞ്ഞു, പിതാവേ, ഈ ലോകം നശ്വരമാണ്. ദുഃഖത്തിന്റെയും മായയുടെയും ഒരു വല പോലെയാണ് ഇത്. ആരുടേതാണ് മകൻ? ആരുടേതാണ് ധനം? ലോകത്തോടുള്ള ആസക്തിയിൽ മനുഷ്യൻ രാവും പകലും ദഹിക്കുന്നു, തന്നെ തന്നെ ദഹിപ്പിക്കുന്ന ഒരു ദീപം പോലെ. ആ വാക്കുകൾ കേട്ടപ്പോൾ ആത്മദേവൻ തല ഉയർത്തി നോക്കി. കണ്ണുനീരൊഴുക്ക് പതുക്കെ മന്ദമായി. ഗോകർണൻ തുടർന്നു, നീ ദുഃഖിക്കുന്ന ഈ ശരീരം അസ്ഥിയും മാംസവുമാണ്. അത് നശിച്ചു പോകും പിതാവേ. നശ്വരമായ ഈ ശരീരത്തെ ഞാൻ എന്നു പറയരുത്. ഭാര്യയെയും മകനെയും സമ്പത്തിനെയും എന്റേത് എന്നു പറയരുത്. സത്യമായ ശാന്തി ഭക്തിയിലാണ്, പരമേശ്വരനായ ശ്രീകൃഷ്ണനോടുള്ള സേവനത്തിലാണ്. ഗോകർണന്റെ വാക്കുകൾ ആത്മദേവന്റെ ഹൃദയത്തെ ആഴത്തിൽ തൊട്ടു. ആ രാത്രി തന്നെ ആത്മദേവൻ തീരുമാനിച്ചു, എല്ലാം വിട്ട് കാട്ടിലേക്ക് പോകുമെന്ന്. കയ്യിൽ ഒരു ദണ്ഡും ഹൃദയത്തിൽ വിശ്വാസവുമായി അവൻ നടന്നുയേ മൗനത്തിലേക്കും സമർപ്പണത്തിലേക്കും. കാട്ടിലെ നിശബ്ദതയിൽ അവൻ ഭഗവാനിൽ പൂർണ്ണമായി ലയിച്ചു. അവസാനം മോക്ഷം പ്രാപിച്ചു. മായയുടെ വല പൊട്ടിയപ്പോൾ ഭക്തി ഉദിച്ചു.